ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. രാവിലെ നമ്മൾ വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് വെക്കുന്ന തിരക്കിൽ രാവിലെ നമ്മുടെ മിറ്റമൊക്കെ അടിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോലമിടാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ കോലമിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോല പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് വെച്ചതും വന്ന് കോലമിടണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയപ്പോണ്ട് അത് മറന്നുപോയി. അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം ഒഴിച്ചതൊക്കെ കുറച്ച് വെടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാരില്ല പറഞ്ഞ് വേഗം തന്നെ നമ്മൾ കോലമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോലോടലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ രാവിലെ തന്നെ ഉരുളി ഒന്ന് ഒരുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത് വലിയ കഷ്ടവും തോന്നില്ല. നമ്മൾ വീട് വൃത്തിയായിരിക്കും ചെയ്യും, കാണാനും ഒരു ഭംഗിയായിരിക്കും, നമുക്കൊരു പൂവൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒരു കുഞ്ഞു ഉരുളിയിൽ ഇതുപോലെ പൂ വയ്ക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള പൂ വയ്ക്കുന്ന യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ള പൂവ് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉള്ള പൂവായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവ് ഏതായാലും നമ്മൾ ദൈവത്തിന് വെക്കാൻ വാങ്ങുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ എന്നും ഇതുപോലെ പൂ വയ്ക്കുന്നത് വളരെ ഐശ്വര്യമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായ അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അടുക്കളയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരത്തെ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേണ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് ആകുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ സന്തോഷത്തിൽ നമുക്കൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അശ്വനില്ല കേട്ടോ. അവനില്ലാത്ത കാര്യം നല്ലൊരു സങ്കടമായിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ സാരില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ വിളക്ക് വെക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ ദിവസമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ വാർഷികമാണ് ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അക്ഷയ രണ്ടാളും കൂടെ ഒന്ന് ചേർന്നിരിക്കും, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഞങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഇത്രയും ഒരു സർപ്രൈസ് ഞങ്ങൾ രണ്ടാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് സർപ്രൈസ് പിന്നെ പറയില്ലല്ലോ, പറയാണ്ടാണല്ലോ നമുക്ക് സർപ്രൈസ് തരാറുള്ളത്. ഞങ്ങൾ ശരിക്കും പറയുന്ന സർപ്രൈസുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറൊന്നുമില്ല. പക്ഷേ അവൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, നേരത്തെ എടുത്ത പുതിയ ഡ്രസ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനും വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സർപ്രൈസായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടു തന്നപ്പോൾ ആകെപ്പാടെ ഞെട്ടിപ്പോയി കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് തരിക പറഞ്ഞപ്പോൾ ഡ്രസ്സ് ഒരിക്കലും തരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അവൾ കറക്റ്റായി തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അശ്വിനില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. രണ്ടാളും കൂടെ തരണം എന്നായിരുന്നു കേട്ടോ അവളുടെ ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവൻ വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവനില്ലാത്തൊരു വിഷമവും കൂടെ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതായാലും അവന് സ്കൂൾ അടച്ചതല്ലേ, അപ്പോൾ 2 ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുട്ടികൾക്ക് കൂടെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കലൊന്നും ഞാനും അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷെ അവളുടെ എന്താ പറയുക, പിറന്നാളിന് നമ്മൾ ബാഗ് വാങ്ങി കൊടുത്തു, അതുപോലെ അല്ലല്ലോ ഡ്രസ്സ്. ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടമാവില്ല, ചിലപ്പോൾ പാകമോ അല്ലാണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ അവൾ ഡ്രസ്സാണെന്ന് ഞങ്ങൾ രണ്ടാളും കരുതിയില്ല കേട്ടോ. പക്ഷെ തുറന്ന് നോക്കുമ്പോൾ രണ്ടാൾക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുകയായിരുന്നു ഇതൊക്കെ എപ്പോൾ എടുത്തു, എങ്ങനെ എടുത്തു എന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ അശ്വിനെ അറിയുമോ ചോദിച്ചപ്പോൾ അശ്വിനോ അറിയും, അപ്പോൾ അവൻ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അവൻ പറയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരാഴ്ച മുന്നേ എടുത്തു വെച്ചിട്ടുള്ള കാര്യമായിരുന്നു എന്നാണ് കേട്ടോ മുപ്പത്തേര് പറയുന്നുണ്ടായിരുന്നത്. ആകെപ്പാടെ ഒരു ഷോക്കും സർപ്രൈസും സന്തോഷവും ഒക്കെ ആയിട്ടാണ്. മക്കൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ.
അങ്ങനെ ഞങ്ങൾ ഇരുന്ന് രണ്ടാളും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡേ ആണ് ഞങ്ങളുടെ. അത് മെയ് 2-നാണ് കേട്ടോ വെഡ്ഡിങ് ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ഇടുന്ന സമയത്ത് ഇടാൻ പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അക്ഷയ എടുത്തു തന്നിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. അത് സൈഡ് ബാക്കൊക്കെ നല്ല ലൂസാണ്, അതുപോലെ തന്നെ കൈയും നല്ല ലൂസാണ് കേട്ടോ. അപ്പോൾ അത് അടിക്കാണ്ട് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ ഞാനത് ഇട്ടില്ല കേട്ടോ. നേരത്തെ നമ്മളൊരു ചുരിദാർ വാങ്ങിയത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൾ തന്നത് നന്നായിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പാകണം. ഇപ്പോൾ അത് നല്ല ലൂസായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതും പുതിയ ഡ്രസ്സാണ്, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ഡേക്ക് പുതിയ ഡ്രസ്സ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ അതിന് മുന്നേ എടുത്ത് വെച്ചൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇടാത്തത്. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ ഡ്രസ്സ് എടുക്കുന്നതും ഒരു ബുദ്ധിമുട്ടല്ലേ. ഇത് ഏട്ടൻ എനിക്ക് തന്ന പൂവാണ് കേട്ടോ. അത് തരുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ തന്നപ്പോൾ നമ്മുടെ ആ കുപ്പിയിൽ ഇങ്ങനെ കുത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പൂ വാങ്ങിയിട്ട് നേരെ ആ ബോട്ടിലിൽ കുത്തി വെക്കാറാണ് കേട്ടോ പതിവ്. ഇതാണ് കേട്ടോ അക്ഷയ കൊടുത്ത ഷർട്ട് നല്ല പാകമുണ്ട് കേട്ടോ. ഏട്ടന് നല്ല കറക്റ്റായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് നല്ല ലൂസായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ആ ഡ്രസ്സിൻ്റെ വർത്തമാനം തന്നെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും രാവിലെ എണീറ്റ് കാവിലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവിലുപ്മാവാണ് കേട്ടോ. അപ്പോൾ അവിലുപ്മാവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ കുറേ ദിവസമായിട്ടോ അക്ഷയ പറയുന്നു അവിലുപ്മാവ് ഉണ്ടാക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അവിലുപ്മാവ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അവിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് വതക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ നേരം കൊണ്ട് തന്നെ ഏട്ടൻ എന്താ പറയുക പഴം വാങ്ങിയിട്ട് നമുക്ക് ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പഴം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. കുമ്പളങ്ങ പിന്നെ ക്യാരറ്റ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഉപ്മാവ് പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതും പഴമോ പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അക്ഷയ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഡേയിലെ രാവിലത്തെ ഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് അതുപോലെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇന്ന് നമ്മൾ ഭക്ഷണം വെച്ചിട്ടുണ്ട് എന്നല്ല വെച്ചിരിക്കണമെന്ന് കണ്ടാലോ നമുക്ക്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മോര് കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോര് കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള മസാല കറിയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മത്തം കൊണ്ടുള്ള ഒരു ഓലം വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ എനിക്ക് 2 ദിവസം മുന്നേ പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചക്കയും പച്ചരിയും വെച്ചിട്ടുള്ള പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പാൽപ്പായസമല്ല പാലൊഴിച്ചിട്ടുള്ള പായസം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. നമ്മുടെ ചക്കയും അരിയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു, പഴവും ഉണ്ടാകുന്നു കേട്ടോ. അച്ചാറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മത്തനും മസാല കറിയും മോര് കറിയും അതുപോലെ പപ്പടവും പായസവും പഴവും ഇത്രയുള്ളൂ കേട്ടോ സദ്യ. പിന്നെ എനിക്ക് വയ്യാത്ത കാരണം ഒരുപാട് വിഭവങ്ങളൊന്നും വെച്ചതുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കൂട്ടാനും മസാല കറിയും പപ്പടവും കൂടെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മസാല കറി നമ്മുടെ അക്ഷയ്ക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മസാല കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മൾ മോര് കൂട്ടാൻ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ വീണ്ടും ഒരു പുളിപ്പുള്ള അവിയൽ അതൊന്നും വേണ്ട വെച്ചിട്ട് മസാല കറിയും മോര് കൂട്ടാനും ആക്കിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പായസം നമ്മൾ പഴത്തിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ്. ചക്കയുടെ നല്ല ഫ്ലേവർ കിട്ടും. അരിയോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ മനസ്സ് നിറയെ അശ്വിനാണ് കേട്ടോ. അവനില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം നല്ലോണം ഉണ്ട്.
അങ്ങനെ വൈകുന്നേരം അപ്പോൾ വീണ്ടും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ പോകുന്നത് എവിടേക്കാണ് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്നേ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, നമുക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഇന്ന് വെഡ്ഡിങ് ഡേ അല്ലേ, വേറെ നമ്മളെവിടെയും പോകുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ പോകുന്ന. ഇപ്പോഴും വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പലവിടെയും വേല പൂരമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വേല കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ. 3 ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പോകുന്ന തിയേറ്ററിലല്ല കേട്ടോ ഇന്ന് പോകുന്നത്, അവിടെ നമ്മുടെ ഈ മൂവി ഇല്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ എന്താ പറയുക, ലക്കിടിയിലെ അവിടുത്തെ തിയേറ്ററിലാണ് കേട്ടോ പോണത്. അവിടെ 4 സ്ക്രീനുണ്ട്. അപ്പോൾ അതിൽ ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലക്കിടിയിലെ ലാഡറിലാണ് കേട്ടോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അന്ന് നമ്മൾ നമ്മുടെ ടൊബിനോയുടെ സിനിമ ഇവിടെയാണ് കേട്ടോ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ആവിഷ്കാറിൽ ഈ സിനിമയില്ല, മോഹൻലാലിൻ്റെ സിനിമയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയാണ് കേട്ടോ ബുക്ക് ചെയ്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കുറച്ച് താഴെയായിപ്പോയി. എന്താണ് പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ തലേ ദിവസം നമ്മൾ ബുക്ക് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ വന്ന പാടെ തന്നെ നമ്മൾ എന്താ പറയുക, അക്ഷയ്ക്ക് എന്തെങ്കിലും വേണം പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പോപ്കോൺ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് വാങ്ങി, ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഇൻ്റർവെല്ലിന് വാങ്ങാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സിനിമ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ളതിലാണ് നമ്മൾ അന്ന് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സിറ്റിംഗ് അത്ര സുഖമില്ല കേട്ടോ, പക്ഷേ ഇതിൽ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ അടുത്താണെങ്കിലും ഒരുപാട് അടുത്ത് പോലില്ല, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇൻ്റർവെല്ലായപ്പോൾ ഐസ്ക്രീമും പപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് നേരെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. നല്ല വലിയ തിയേറ്ററാണ് കേട്ടോ ഇത്. നമ്മൾ അന്ന് പോയത് കുറച്ച് ചെറുതായിരുന്നു, ഇത് പക്ഷേ വലിയ തിയേറ്ററായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് നിറയെ ഇരിക്കുക. അതുപോലെ തന്നെ നല്ല ഫുൾ സിറ്റിംഗ് ആയിരുന്നു കേട്ടോ, എല്ലാം ബുക്കഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.